ഹായ്, ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ്, ഡു ഇറ്റ്. പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ജീവിതത്തിൽ പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനി ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഡെസ്റ്റിനി എങ്ങനെ എത്താം എന്ന വഴികളും ഫോർമുലാസുമാണ് നാം ഈ വീഡിയോകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാഷൻ കണ്ടെത്താനുള്ള വിവിധ വഴികൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജീവിതത്തിൽ വിജയം കൈവരിച്ച ആളുകൾ സ്വീകരിച്ച ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, ശീലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിൽ ഈ ശീലങ്ങൾ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നാം സ്വീകരിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാബിറ്റ്, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡ് മനസ്സിൽ കാണുക. പുട്ട് ദ എൻഡ് ഇൻ യുവർ മൈൻഡ്, ദെൻ ഓൺലി പ്രൊസീഡ്. രണ്ടാമത്തെ സ്വഭാവം, നിങ്ങൾക്ക് ഈ എൻഡിൽ എത്തിച്ചേരാനുള്ള സ്കില്ല് ആവശ്യമാണ്. ഈ സ്കില്ല് നേടുക എന്നതിലുപരി നേടിയ സ്കില്ല് അപ്ഡേഷൻ നടത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഷാർപ്പൻ യുവർ സ്കിൽ അല്ലെങ്കിൽ ഷാർപ്പൻ യുവർ സോ എന്നതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ സ്വഭാവം. നിങ്ങളുടെ സ്കില്ല് എപ്പോഴും അപ്ഡേഷൻ നടത്തേണ്ടതാണ്. എങ്കിലേ നിങ്ങൾക്ക് കാലത്തിനനുസരിച്ച് നിങ്ങളെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം, സിനർജൈസ് എന്ന് പറഞ്ഞാൽ മറ്റ് എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് നിങ്ങളെ എനർജി ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ 1+1 = 2 ആണ് സാധാരണ മാത്സ് ഇക്വേഷൻ. പക്ഷേ ഇൻ സിനർജൈസ് മെത്തേഡ് 1+1 ഈസ് മോർ ദാൻ 2 എന്നതാണ്. ഈ എനർജി സിനർജിയാക്കി മാറ്റി നമുക്ക് ലക്ഷ്യത്തിലെത്താവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട സ്വഭാവമാണ് ബി പ്രോ ആക്റ്റീവ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഉത്തരവാദിത്വം നാം തന്നെ സ്വയം ഏറ്റെടുക്കേണ്ടതാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശീലമായി നാം സ്വീകരിക്കുക. മറ്റൊന്ന്, പ്രയോറിറ്റിവൽക്കരിക്കുക. ഏത് കാര്യമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, അർജൻറ്റ്, ഇമ്പോർട്ടൻ്റ് പ്രധാനം കൽപ്പിച്ച് നോൺ അർജൻറ്റും നോട്ട് ഇമ്പോർട്ടൻറ്റുമായ കാര്യങ്ങൾ പ്രയോറിറ്റിയിൽ ഏറ്റവും അവസാനത്തെ ആക്കി മാറ്റുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമാണ്. പിന്നെ മറ്റൊരു കാര്യം, വിൻ വിൻ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. നാം വിജയിക്കണം, മറ്റുള്ളവരും നമ്മളെ കൊണ്ട് വിജയിക്കണം. നമുക്കൊരിക്കലും വിൻ ലൂസ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും. നമ്മൾ വിജയിക്കുക, മറ്റുള്ളവർ പരാജയപ്പെടുക. അല്ലെങ്കിൽ ലൂസ് ലൂസ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാൻ പാടില്ല. എന്ന് ഉദ്ദേശിച്ച് ഞാനും പരാജയം, മറ്റുള്ളവരും പരാജയം. അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ട് മറ്റുള്ളവർ വിജയിക്കുക എന്ന ആറ്റിറ്റ്യൂഡും ശരിയല്ല. ലൂസ് വിൻ. നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന വിൻ വിൻ ആറ്റിറ്റ്യൂഡാണ്. ഇതൊരു മാനസിക അവസ്ഥയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. പിന്നെ മറ്റുള്ളവരെ, അടുത്ത സ്വഭാവം, നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബി അണ്ടർസ്റ്റുഡ് ബിഫോർ അണ്ടർസ്റ്റാൻഡ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തു തന്നെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വരാം. താങ്ക്സ് ഓൾ.